ഹൈറ്റ് എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട്. ഒരു 6 feet ഉണ്ടാവും. വേണ്ട, അങ്ങനെ പാസ് ചെയ്താൽ മതി. ആ ഓക്കെ, അതാണ് വലുത്. നല്ല മീറ്റ് ഉള്ള തോന്നുന്നില്ല അത് തന്നെ. അത് ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വേറെ സ്ഥലം ഇൻ ദ സെൻസ് നമ്മുടെ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള, അത് ആ വീഡിയോയിൽ ഞാൻ പറയാം. സോ അങ്ങനെ പോകുമ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ടത്. അപ്പോൾ എന്താ വെച്ചാൽ റോട്ടിലൊക്കെ ഫുള്ള് ലോറിയിലൊക്കെ ആടുമാടുകളൊക്കെ കൊണ്ടുപോകുന്നത് കണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ഐഡിയ കിട്ടിയത് ഇത് വാണിയംകുളം ചന്ത ഉള്ള ദിവസമാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതും കൂടി കവർ ചെയ്യാം. എങ്ങനെ ചന്ത കാണാത്തവർക്ക് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊക്കെ എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, ബിക്കോസ് ഹൊറബിൾ കാഴ്ചയാണ് ഉണ്ടാവുക, ചന്തയാണല്ലോ. അപ്പം എന്നാലും ഞാനൊരു കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി എന്താ പരിപാടി, എന്താ ഇവിടെ നടക്കണമെന്നൊക്കെ. ചിലവർ പറയും ഇതെന്താ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് കട്ട് ചെയ്തിട്ടാണല്ലോ കഴിക്കുക. സോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതിലൊക്കെ കേട്ടോ. നമ്മുടെ എൻട്രി, അതായത് നമ്മുടെ PK ദാസിൻ്റെ സൈഡിൽ കൂടെ ഉള്ള എൻട്രി പോയിന്റ് ഇതാണ്. അതല്ലാണ്ട് വേറൊരു എൻട്രിയും കൂടി ഉണ്ട്. നേരെ നിങ്ങൾ ഈ കാണുന്ന കടല്ലേ, ഇത് ചന്ത ദിവസം മാത്രം തുറക്കുന്ന ഒരു കടയാണ്. അവിടെ നല്ല ബീഫും പൊറോട്ടയൊക്കെ കിട്ടുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ബീഫ് കഴിക്കാറില്ല, അതുകൊണ്ട് എന്താ അവസ്ഥ എന്ന് എനിക്ക് ശരിക്കറിയാം. പക്ഷേ കഴിച്ചവർ പറഞ്ഞിട്ട് അടിപൊളിയാണ്. അപ്പോൾ റെഡ് മീറ്റ് ഞാൻ ഒഴിവാക്കിയിരിക്കുകയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇടയിൽ ഒരാളിങ്ങനെ ഒരു പശുവിൻ്റെ കൊമ്പിരുന്ന് ഇങ്ങനെ അടിക്കുക, അതിന് വെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് എന്താ ഭയങ്കര ഡൗട്ടായിട്ട് എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നേരെ അയാളുടെ പോയി ചോദിച്ചു ഇതെന്താണ് സംഭവം, ഈ കൊമ്പിൻ്റെ മേലെ എന്തെങ്ങനെ അടിക്കുന്ന കാര്യം എന്നുള്ളത്. ഏകദേശം എനിക്കൊരു ഐഡിയ കിട്ടിയെങ്കിലും ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് കേട്ടോ. അപ്പോൾ അയാൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ആൻഡ് ഇയാൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി ഇൻ ദ സെൻസ് ആ ഒരു ചന്ത ഉള്ള ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. മുറിച്ചൊരു കൊമ്പാണ് കേട്ടോ ഈ കാണുന്നത്. മലയാളിയാണോ അണ്ണനാ? അണ്ണാ ഇതൊക്കെ എന്നാ റേറ്റ്? இப்படி பண்ணுறதுக்கு என்ன ரேட்டு? 250 രൂപ. 250 അല്ലേ? ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ അപ്പം അതിനും പ്രൊഫഷണൽസ് ഉണ്ട്. അതിനാണ് അവർ ഇത്രയും ദൂരത്ത് നിന്ന് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലൊന്നും അതിനുള്ള ആൾക്കാരില്ല. നല്ല ഭംഗിയിൽ കൊമ്പ് വരാത്ത ചില പശു ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ ഒരു ഭംഗിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് സിമെട്രിയിൽ കൊമ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത് കേട്ടോ. ഇതൊന്നല്ല കേട്ടോ കാഴ്ചകൾ. ഈ കാണുന്ന കാളകളൊന്നുമല്ല കാളകളും. എൻ്റെ ഹൈറ്റ്, എന്നെക്കാട്ടി ഹൈറ്റുള്ള കാളകളൊക്കെ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ കണ്ട് സിമെട്രിയുള്ള കൊമ്പുള്ള കാളയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ കോംബോ ആയിട്ടും കിട്ടും, അതായത് ക്ടാവും അതേപോലെ തന്നെ പശുവും കൂടിയും കിട്ടും. അങ്ങനെയൊക്കെ പല രീതിയിൽ ഇവിടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് സീക്രട്ടുള്ള ഫീൽഡും കൂടിയാണ് ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കേട്ടോ. ആദ്യത്തിന് പോണോ ഒന്ന് മുട്ടണം ഉണ്ടോ? അപ്പോൾ കിട്ടും ചവിട്ട് ബാക്ക് ഉണ്ട് കാല് ടക്കെന്ന് പറഞ്ഞിട്ട്. എന്താ മൂപ്പരെ കൊമ്പ് നോക്കി നോക്ക്, എന്തല്ലേ. അടുത്തേക്ക് പോവാക്കി ഭയങ്കര ധൈര്യമുള്ളതുകൊണ്ട് ഞാൻ പോകണില്ല. നമുക്കിവിടെ ഏറ്റവും ബെസ്റ്റ് കാളയോ പശുവോ പോത്തോ എരുമ ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുക അതിരാവിലെ വരുമ്പോഴാണെന്ന് പറയുന്നത്. ഇത് 12 മണി വരെ. നമ്മളിപ്പോൾ ഉള്ളത് വാണിയംകുളം ചന്തയിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചന്തകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ചന്തയായാലും അതിരാവിലെ വരുമ്പോഴാണ് അത്ര നമുക്ക് അത്യാവശ്യം തിരഞ്ഞെടുക്കാൻ പറ്റുക. പിന്നെ ഇങ്ങനെ തെരവായി പോകുമെന്നാണ് പറയണത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണ്. 28 കോടി കഴിഞ്ഞ പെരുന്നാളിന് വാരിക്കൊണ്ടുപോയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു സാധാരണ ബിസിനസ്സല്ല ഇവിടെ നടക്കുന്നത്. നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രണ്ടിന് കിട്ടി. അപ്പോൾ അവൻ്റെ ഉപ്പ് ഗൾഫ് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ വന്നിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് അവർ സക്സസ് ആയിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ലോങ് ലെവലിൽ കുറേ കാലത്തിന് ഒന്നിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സും കൂടിയാണിത്. പക്ഷെ നല്ല കാര്യങ്ങൾ ഇതിനനുസരിച്ച് പഠിക്കാനുണ്ട്. ഇതാണ് കേട്ടോ അവൻ്റെ ഉപ്പ.
അതുപോലെ ഈ ബിസിനസ്സിന് വന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ പോത്ത് ഒരു സൈഡിലത്തെ ചന്തയിൽ വിറ്റ് പോകണമെന്നൊന്നും ഇല്ല അത്രേ. അപ്പോൾ ഒരുപാട് ചന്തകളുണ്ട്, അവിടെയൊക്കെ പോയിട്ടാവും ചിലപ്പോൾ കിട്ടും. ചിലപ്പോൾ ഈ പോത്ത് തന്നെ അല്ലെങ്കിൽ പശു ഇതിപ്പോൾ ഈ വരുന്നത് ഹരിയാനയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അതൊക്കെ വിവിധങ്ങളായിട്ടുള്ള ബ്രോക്കർമാർ വഴി അവിടുന്ന് ബൾക്കായിട്ട് എടുത്തിട്ടാണ് അത്ര ഇവിടേക്കൊക്കെ എത്തണത്. അതേപോലെ പുലർച്ചെ മുതലേ ഈ കച്ചവടം തുടങ്ങുന്നുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ നല്ല നല്ല സാധനങ്ങൾ വരും ചെയ്യും, നല്ല റേറ്റും ഉണ്ടാവും. പിന്നെ നേരം കഴിയും തോറും റേറ്റ് കമ്മി വരും ചെയ്യും. അങ്ങനെ ചില സമയത്ത് വെച്ചാൽ ആൾക്കാർ മേടിക്കാനും ഇല്ല, അങ്ങനത്തെ റിസ്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ കുറേ റിസ്ക് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഡീസലിൻ്റെ ചിലവ്, വണ്ടിയിൽ നിന്ന് മറ്റേ മാടുകളെ ഇറക്കാനുള്ള ആൾക്കാരെ ചിലവ്, അങ്ങനത്തെ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതിന് നമുക്ക് നമ്മുടെ കയ്യിൽ ലക്കും ഉണ്ട്. നമുക്ക് ബിസിനസ് ടാക്ടിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റായിട്ട് സംഭവം മാറും ചെയ്യും. പിന്നെന്താ വെച്ചാൽ ബിസിനസ് അറിയണം. ഈ കാണുന്നതും ഇതിനെക്കാട്ടിയും വലുപ്പമുള്ള കാളകളൊക്കെ ഇത് കൂടെ പോകാറുണ്ട്. അത്ര ചില കാളയ്ക്കൊക്കെ നമ്മൾ 2 കയറിട്ട് 2 ആൾക്കാർ പിടിച്ചിരുന്നൊക്കെ കാണാം. അപ്പം അതിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അത്ര അങ്ങനെ 2 കയറും ഒക്കെ ഇട്ടിട്ട് അതിന് നടത്തിക്കണത്. പക്ഷെ ഇത്രയും വലിയ കാളയാണ് വെച്ചിട്ട് അത് കുത്തുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ചിലപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ചെറിയ കാളയും പശുവൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇത്ര ഏറ്റവും കൂടുതൽ കുത്തുക. അതിനെയാണ് ഇത്ര ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ കൊമ്പ് സിമെട്രി അല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന കൊമ്പൊക്കെ ഉണ്ടാവും ഇത്ര, അതിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് അവൻ പറയണത്. കണ്ടത്തിന് വേണ്ടിട്ടേ ഇറ്റള് പറക്കാനേ പോവുള്ളൂ. പക്ഷെ ആൾക്കാർക്ക് ഒരു കണ്ട ഒരു ഇതുണ്ട്, ഒരു ഇംപ്രഷൻ ഉണ്ട് അല്ലേ. മറ്റേത് ചവിട്ടും കുത്തൊക്കെ ചെയ്യും. ആ വൈറ്റ് ഫുള്ള് അറക്കാൻ വേണ്ടി പോണല്ലേ, കളറൊക്കെ ഇട്ട് വരുന്നത്. കളർ ഇടുന്നത് നമ്മള് അറിയാൻ വേണ്ടല്ലേ ആരുടെ അവിടുന്ന് വരുന്നത്. പെയിന്റ് അറിയാൻ വേണ്ടിട്ട് പെയിന്റ് ഓരോ പെയിന്റ് നമ്പർ ഉണ്ടാവില്ല. അതാണ്ടോ KC കണ്ടോ? അതൊക്കെ ഒരാളുണ്ടാവൂലേ. ടീമിന്റെ ഓക്കെ, അതൊക്കെ വലിയ വലിയ സാധനങ്ങളാലോ. ഇതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോണ? ഇവൻ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ അടുത്തും വ്ളോഗറാന്ന് പറഞ്ഞ് പോണ ആൾക്കാരെ കംപ്ലീറ്റ് നിർത്തും. എന്നിട്ട് അവരെ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി 2 മിനിറ്റ് നിൽക്കും, എന്നിട്ട് അവരെ വിടും. അങ്ങനെ മൂപ്പര് അങ്ങനെ ഒരു ഉപകാരം ഇതിന്റെ ഇടയിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ക്ലിപ്പ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈശ ഉണ്ടല്ലോ, ഈശയെ പോയിണ്ടോ? മറ്റേ കോയമ്പത്തൂർ ഈശയിൽ അവിടെ അങ്ങനത്തെ സാധനങ്ങളാണല്ലോ, ഇത്ര വലിയ കാലമാണ്. ശിവന്റെ പ്രതിമയൊക്കെ ആയിട്ട് സ്ഥലമുണ്ടോ അവിടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടാണ് ഇത് വരുന്നത്. പിന്നെ പറഞ്ഞ അതിന്റെ രീതി തന്നെയാണ്. കാരണം അവർക്ക് മാക്സിമം എങ്ങനെയാണ് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുവരിക, അവരെ കാറ്റിൽ എന്താ സംഭവിച്ചാൽ അത് എന്നാണ് അവർ ചിന്തിക്കുള്ളൂ. കാരണം നമ്മൾ ഇവിടെ വരുമ്പോ കുറെ കാര്യങ്ങളൊക്കെ കാണേണ്ടിയൊക്കെ വരും. അതിന്റെ രീതിയാണ്. നമ്മളവിടുത്തെ കമ്പനിക്കാരനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ അടുത്തുള്ള പശുക്കുട്ടിയായിട്ട് കമ്പനിയാവാൻ നോക്കുന്നുണ്ട്. പശുക്കുട്ടിയാണെന്ന് വെച്ചാൽ അവൻ്റെ തൊഴുത്തുനിന്ന് കൊടുത്തിട്ട് ആകെ പേടിച്ചിട്ടാണ് പശുക്കുട്ടി ഇരിക്കണത്. അതിന്റെ ഇടയിൽ ഞങ്ങളുടെ കോൺവെർസേഷൻ കേൾക്കാൻ വേറൊരാളും കൂടി ഇരിക്കുന്നുണ്ട്. കുറെ നേരമായി. എത്ര ലക്ഷം ഒരു 10, 30, 40 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. അത് ശരി, ഒരു ലോഡിന്. അതിന് ഒരു ലോഡിന് വരുമ്പോ അതിന് പറയുമ്പോ വണ്ടിക്ക് വേറെ ഡീസല് കാര്യങ്ങള്, പണിക്കാര് 4 പണിക്കാര് 3-4 പണിക്കാരുണ്ടാവും. അവര് കൂട്ടം നോക്കി വ്ളോഗറാണ് അവിടെ പോയി. പക്ഷെ ഇവിടുത്തെ ആൾക്കാരൊന്നും അത്രത്തോളം സെൽഫിഷ് അല്ല കേട്ടോ. അവർക്ക് വേണമെങ്കിൽ അവരുടെ സമയം പോവുകയാണ് ഈ വീഡിയോ എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ട് അവർക്ക് കടന്നു പോകാം. പക്ഷെ ആരും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പം അടുത്ത ആൾക്കാരായാലും അതെ, ആരും നമ്മളിപ്പോൾ ഓരോരുത്തരുടെ അടുത്തും ഇവൻ വന്നിട്ട് വ്ളോഗറാണെന്ന് പറഞ്ഞ് എടുക്കുമ്പോഴും ആർക്കൊരു ദേഷ്യം തോന്നുന്നില്ല. ഒന്ന് നിക്ക്, ഒരു വീഡിയോ എടുക്കട്ടെ. നിങ്ങൾ എന്താ ഓടുന്നു? വീഡിയോ എടുക്കട്ടെ. അടുത്തുണ്ട് കേട്ടോളൂ. ശരി. ആ പാവം പോത്തൊക്കെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. ആളെ കണ്ടപ്പോൾ ചിമുട്ട സാധനം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുത്തി മലത്തുന്നു. പക്ഷെ ഭയങ്കര കമ്പനി, ഒന്നും ചെയ്യില്ല മൂപ്പര്. ഇതൊക്കെ ഇവര് ഓരോരോ സ്ഥലത്ത് നിന്ന് ഒന്നിച്ച് കളക്ട് ചെയ്യണ ഇതാണ്, കാളയാണിത്, കുട്ടിക്കാളയാണിതൊക്കെ. ഒന്നും ചെയ്യൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ അവർക്ക് ഇങ്ങനെ പെട്ടെന്ന് തൊഴുത്തുനിന്ന് ഇങ്ങനെ കൊടുത്തിട്ടേ ആൾക്കാരൊക്കെ കാണുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് അടിയിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോകാം കേട്ടോ. നിങ്ങളിങ്ങനെ അടിയിലേക്ക് അവരെ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. ഈ ബ്ലാക്കും വൈറ്റും ഒക്കെ ഒരു പശുവിനെ കണ്ടോ, നമ്മുടെ സാധാരണ പരസ്യങ്ങളിലൊക്കെ പാലിൻ്റെയൊക്കെ പരസ്യങ്ങളിൽ കാണുന്നതല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ബാക്ക് കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് ചവിട്ടും.
ആ ചവിട്ടുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നടക്കാൻ. രണ്ടാമത്തെ കാര്യം, പാവങ്ങളാണ് ഈ കാളകൾ നല്ല വലിപ്പണ്ടിച്ചിട്ട് അത് വന്ന് കുത്തൊന്നുമില്ല. പക്ഷേ ഇറ്റങ്ങൾ തല ഇങ്ങനെ സൈഡിലേക്ക് ആക്കും. അത്ര ആ തല സൈഡിലേക്ക് ആക്കുന്ന സമയത്ത് വലിയ കൊമ്പായിരിക്കും. എന്തെങ്കിലും നിർഭാഗ്യവശാൽ നമ്മൾ അതിൻ്റെ ചെറിയ ഗ്യാപ്പിലാണെന്ന് വെച്ചാൽ ചിലപ്പോൾ നല്ല കുത്തു കൊള്ളും ചെയ്യും, ഒന്നും ചെയ്യാൻ പറ്റില്ല. നല്ല മൂർച്ചയുള്ള കൊമ്പുകളായിരിക്കും, നല്ല കനം ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് സേഫ്റ്റി അത്യാവശ്യം നോക്കിയിട്ട് തന്നെ ചെയ്യുക. കാളുടെയൊക്കെ കൊമ്പ് കണ്ടില്ലേ, അപ്പോൾ ഇവരൊക്കെ സൈഡ് കുറച്ചും എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നടന്നിട്ട് മാർക്കറ്റ് എങ്ങനെ നടക്കണം, എന്തൊക്കെ കാര്യങ്ങളോ ഡിസ്കസ് ചെയ്യണം എന്നൊക്കെ ഒന്ന് കേട്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ പഠിച്ചിട്ട് വേണം ഈ പരിപാടിക്ക് ഇറങ്ങുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാലിയടിച്ച വണ്ടിയിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പോകാം കേട്ടോ. അത് അവർക്ക് വേണ്ട സാധനം അവർ ബൾക്കായിട്ട് ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നേരെ പോവും. പിന്നെ എന്ത് വെച്ചാൽ ഇൻഡിവിജ്വലി ഓരോ മാർക്കറ്റിൻ്റെ റേറ്റ് അനുസരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവരിങ്ങനെ വിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞത്. ഇവിടെ വരും കാലി വണ്ടിയും കൊണ്ട് അവർ പറഞ്ഞ റേറ്റ് ഉറപ്പിച്ചൊരു സാധനം എടുക്കും. കഴിഞ്ഞിട്ട് അവർ ഓരോരോ മാർക്കറ്റിൽ എന്താ റേറ്റ് വെച്ചാൽ അതിനനുസരിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കി കൊടുക്കും. അങ്ങനെയാണ് നമ്മളുടെ പ്ലേറ്റിലേക്കുള്ള ബീഫ് എത്തുന്നത്. പിന്നെ ഈ കാണുന്ന ആൾക്കാരിൽ പല ആൾക്കാരും നമ്മുടെ പോലെ എന്താണ് അവസ്ഥ എന്നൊക്കെ ഒന്ന് കാണാൻ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലാണ്ട് ഭൂരിഭാഗം ആൾക്കാരും മേടിക്കാൻ വരുന്ന ആൾക്കാരൊന്നല്ല കേട്ടോ. ചന്താന്ന് പറഞ്ഞാൽ ഏത് കാലത്തും ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെ. അതേപോലെ തന്നെ എപ്പോഴും നമ്മൾ പോയപ്പോഴും കാണാൻ പറ്റിയിട്ടുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചോട്ടെ, ഇത്തരത്തിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലുണ്ടാവും. മിക്സഡായിട്ട് ടോപ്പിക്സ് വന്നുകൊണ്ടിരിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ചാനലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സജഷൻസും അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും ഒക്കെ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഈ കളറിട്ടിട്ടുള്ള ആൾക്കാരൊക്കെ കർണാടക സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവരുടെ രീതി അതാണ്. അവർ അവിടുന്ന് കളറൊക്കെ ഇട്ടിട്ടാണ് ഇത്ര കൊണ്ടുവരിക കാളകളെ തന്നെ. മെയിനായിട്ട് കാള തന്നെയാണ് അവർ കൊണ്ടുവരാറുള്ളൂ. ഭയങ്കര ഹൈറ്റും ഉണ്ടാവും. അപ്പോൾ ഈ ലോറിയിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ബ്രോക്കേഴ്സ് വഴിയൊക്കെ ഇവിടെ എത്തുന്ന ആൾക്കാരാണ്. ഡയറക്റ്റ് ഹരിയാനയും ഗുജറാത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊന്നും വരുന്നതല്ല. അങ്ങനെ മാറിയിട്ടൊക്കെയാണ് അവരിങ്ങോട്ട് എത്തുക ബ്രോക്കേഴ്സ് വഴി. കുറേ കഴിഞ്ഞിപ്പോൾ ചിലപ്പോൾ ഈ പുറത്തുനിന്ന് വരവൊക്കെ ചിലപ്പോൾ നിൽക്കും കുറച്ചും കൂടി കഴിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് അവിടെയൊക്കെ. കാരണം അവിടെ പുതിയ ലോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരൽ നിൽക്കും. ഇങ്ങനെയാണ് ഇത്തരത്തിലാണ് ഇങ്ങനെ ഒരാളിങ്ങനെ ഓരോന്നിനായിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരിക. കാരണം അത്രയും ഹൈറ്റും വെയിറ്റുള്ള സാധനങ്ങൾ. അത് ഒരു 6 അടി 7 അടി പൊക്കം ഈസിലി ആ കാളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഈ ഒരു ചന്തയിൽ കാളേനോ പോത്തിനോ എന്തിനാണെങ്കിലും വിൽക്കണമെങ്കിൽ ഇവിടെ ചെറിയൊരു ശുങ്കം അഥവാ ചെറിയൊരു ചാർജ് ഇവിടെ അടയ്ക്കേണ്ടതുണ്ട് കേട്ടോ. ഓരോ വണ്ടിക്ക് അനുസരിച്ചിട്ടും അതിലുള്ള കാളയുടെ എണ്ണത്തിനനുസരിച്ചിട്ടും ഒരു എമൗണ്ട് ഇവിടെ ചെറിയൊരു എമൗണ്ടാണ്. പക്ഷെ അത് പേ ചെയ്തല്ലാണ്ട് നമുക്ക് ഇവിടെ വിൽക്കാനോ ഇതാക്കാനോ പറ്റില്ല കേട്ടോ. ഈവൻ ദോ ഇതൊരു ഗ്രൗണ്ട് ആണെങ്കിലും പിന്നെ അതിൻ്റേതായിട്ടുള്ള പ്രോപ്പർ റൂളും കാര്യങ്ങളും ഉണ്ട്. കൂടെ ഇങ്ങനെ പോവാതെ അതെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരും. പടി കൈ പിടിക്കണോ? മൂപ്പരെ ബാക്കിൽ പോവാ, നിങ്ങളുടെ ബാക്കിൽ വരാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എന്താ ഇത് നമുക്ക് പറയാനുള്ള ഈ വെയിൽ കൊണ്ടിട്ടുള്ള ഈ ഒരു നിമിഷത്തിൽ നന്നായിട്ടുണ്ട് അല്ലേ? ഇനി ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി ഇനി വെയിറ്റ് ചെയ്യണ്ടോ? അപ്പം മതിയായിട്ടില്ല, മതിയാക്കണം അല്ലേ? ശരി.